ആരോ കരയുന്ന പോലെ, ഒരു പെങ്കൊച്ചോ ഒരു കുട്ടിയോ എന്തോ അങ്ങനെ എന്തോ ആണ്. ഇവിടെ എവിടെയെങ്കിലും സൗണ്ട് കേൾക്കണോ? ഇവിടെയാണോ? അറിയാൻ പാടില്ല, പക്ഷെ എന്തോ കരയണ പോലെ അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. നമ്മളാരും പറയുന്നില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യം അവൾക്ക് കേൾക്കണോണ്ട് അതില്ലെന്ന് പറയാൻ പറ്റൂല, അതുണ്ടെന്ന് പറയാൻ പറ്റൂല. അവൻ സംസാരിച്ചത് അവരുടെ സൗണ്ട് മാറി. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ സൗണ്ട് ഇപ്പം മറ്റേ ഒരു തൊണ്ടയ്ക്ക് പിടിച്ച സൗണ്ടില്ലേ, അതുപോലെ പെട്ടെന്ന്. എടാ എടാ ഞങ്ങളിപ്പേ ഹേദർ ലോഡ്ജിൻ്റെ അടുത്തേക്കാണ്. നിന്റെ സൗണ്ട് പെട്ടെന്ന്, സത്യം പറഞ്ഞ സൗണ്ട് പെട്ടെന്ന് മാറി. തറയിൽ കിടന്ന് ഇങ്ങനെ ടയർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ കയറി വണ്ടി എടുത്ത് ഞാൻ നോക്കിയിട്ടും എനിക്ക് പറ്റാനുള്ള, കാരണം കറങ്ങി തിരിച്ച് ഇതിൻ്റെ നേരേക്ക് തന്നെ പോയേക്കാണ്. വെള്ളിയാഴ്ച പോയത്. ഹൈ ഗൈസ്, ഇറ്റ്സ് യുവർ ഡോക്ടർ ഗോസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താ വന്നേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാറാണ്. ദ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ മൂന്നാർ, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ കേരളയിൽ. മൂന്നാറിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് വീഡിയോസും കാണാൻ എല്ലാത്തിലും കാണുമ്പോൾ വന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാ. പണ്ട് ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ അങ്ങനത്തെ പണ്ടത്തെ ആൾക്കാർ, പണ്ട് കുറച്ച് നമ്മുടെ പുറത്തുനിന്നുള്ള ആളുകൾ ഇവിടെ കൂടുതലും നരബലിയും അതേപോലെ തന്നെ എനിക്ക് കുറച്ച് കാലം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നരബലിയും കാലം നടന്നിട്ടുള്ളതും റിയലാന്ന് പറയുന്നത് എനിക്കറിയണ കഥയാണ് പറയുന്നത്. ഇത് തെറ്റാണെങ്കിൽ ഒന്നും വിചാരിക്കരുത്, എനിക്കറിയാവുന്ന കഥ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. തെറ്റെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുണ്ടെന്നാണെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ആക്കാം. സോ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പിള്ളേരെയൊക്കെ കഴുത്തറുത്ത് നരബലി നടത്തിയത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു പുഴയുണ്ട്, പുഴയല്ല ഒരു ചാലുണ്ട്, അതിലോട്ടാണ് അതിനെ ഇട്ടിരുന്നതെന്ന് പറയാനുണ്ട്. പിന്നെ പണ്ട് ഇന്ദിരാഗാന്ധി വന്നപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ എവിടെയാണ് താമസിച്ചത്, ഇത് ഗോൾഫ് സംതിങ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. ഞാൻ വോയിസ് ഞാൻ കേൾപ്പിച്ചത് എനിക്ക്. അപ്പോൾ ആ വഴി കറങ്ങി ബീവറേജിൽ പോവാം. ചൊക്കനാടാണുള്ള ഈ സ്ഥലം. അങ്ങനെ പോണ വഴിക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിർത്തി, റീൽസിൽ കണ്ടിട്ടുണ്ട് ഈ സ്ഥലം. ഞങ്ങൾ നിർത്തി, ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് വണ്ടി വളയ്ക്കാൻ നിർത്തി. ഇവിടെ വണ്ടിയുടെ ടയർ കിടന്ന് കറങ്ങണം, എന്ന് വെച്ചാൽ മണ്ണിൽ കിടന്ന് കറങ്ങണം. മഴയൊന്നുമില്ല, ഡ്രൈ ആയിട്ട് എടുക്കുന്ന മണ്ണ്. തറയിൽ കിടന്ന് ഇങ്ങനെ ടയർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ കയറി വണ്ടി എടുത്ത് ഞാൻ നോക്കിയിട്ടും എനിക്കും പറ്റാനുള്ള, കാരണം കറങ്ങി തിരിച്ച് ഇതിൻ്റെ നേരേക്ക് തന്നെ പോയേക്കാണ്. വെള്ളിയാഴ്ച പോയത്. ഇതിൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് നേരെ കറങ്ങി, ബാക്ക് ടയർ കറങ്ങി നേരെ വീണ്ടും ഈ ലോഡ്ജിൻ്റെ മുമ്പിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കിറുക്കം പിടിച്ച്, കിറുക്കം നിൽക്കാറ് പോലും ഇല്ലാത്ത വഴിയാണ്, ഒരു എഡ വഴി. ആ ചൊപ്പനാട് വഴി കണ്ടുണ്ടാവില്ല, ഗോൾഫ് കോഴ്സൊക്കെ, അവിടെ നിന്ന് കിറുക്കാൻ പിടിച്ച് അങ്ങനെ കുറച്ച് സീനൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം രാത്രി പോയി, വെള്ളമടിച്ച് എല്ലാവരും പറ്റായപ്പോൾ രാത്രി പോയി. ലൈറ്റൊന്നും ഇല്ലല്ലോ, രാത്രി പോകുമ്പോൾ ലൈറ്റൊന്നുമില്ല അവിടെ. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ പറ്റാനുള്ള, ഞങ്ങൾ നേരെ എന്ത് ചെയ്ത് ആ ജനലിൻ്റെ ഇടയിൽ കൂടി നോക്കിയപ്പോൾ നമ്മളെ തന്നെ കാണാം. നമ്മൾ നോക്കണത് നമ്മുടെ കണ്ണക്കിന് നമുക്ക് തിരിച്ചു കാണാം. ചിലപ്പോൾ അവർ അപ്പുറത്ത് കണ്ണാടി വെച്ചതായിരിക്കാം, പക്ഷേ അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണാം. ഒരു ഹോള് പോലും ഇല്ല നമുക്ക് അതിൻ്റെ അകത്തേക്ക് നോക്കാൻ പോലും. ബാക്കിൽ കൂടി പോയിക്കാനെ തന്നെ മറ്റേ വെന്റിലേഷൻ ഹോളൊക്കെ അടച്ചു വെച്ചേക്കണം. ഭയങ്കര ബാഡായിരുന്നു. കൂട്ടുകാരൻ്റെ വണ്ടിയിൽ നിന്ന് വീണ് വണ്ടി ഇടിച്ച് ആ സീനൊക്കെ കഴിഞ്ഞിട്ട് ഒന്നൊരു തൂക്കുപാലം ഉണ്ടായി പുറത്തേക്ക്, ഈ ഗോൾഫ് കോഴ്സിൻ്റെ അങ്ങോട്ട്. ഈ മണ്ടവെട്ടി കോളിൻ്റെ സൈഡിൽ കൂടി ആയിരുന്നു വഴി, ലോഡ്ജ് ഹീദറിൻ്റെ വഴി, അതിൻ്റെ ഇടയിൽ കൂടി ആയിരുന്നു. എന്നിട്ട് പിള്ളേരൊക്കെ അതിൽ കയറിയപ്പോൾ ഈ പാലം പൊട്ടി അങ്ങനെ കുറേ പിള്ളേർ അവിടെ മരിച്ചിട്ടുണ്ട്. അതുമല്ല ഈ തലവെട്ടി ആണ് സേവ നടത്തിയിരുന്നത്. പിന്നെ വർഷത്തിലൊരിക്കൽ ഭയങ്കര റിച്ച് പീപ്പിൾസും നല്ല കലക്കം ഓടി ബെൻസ് അങ്ങനത്തെ കാറുകളിൽ ആൾക്കാർ വരും, ഫോറിനേഴ്സ്. അവിടെ പൂജയാണ്, എന്തോ പണ്ടാണ് നടത്തും. നമുക്കൊന്നും ഒരു ആക്സസ് ഇല്ല അതിൽ, എപ്പോഴാണ് നടക്കണതെന്നും നമുക്ക് അത് അറിഞ്ഞുകൂടാ. പണ്ടതിൽ കുറേ പെയിൻറ്റിങ് ഒക്കെ ഉണ്ടായിരുന്ന പറയുന്നത്. ഇപ്പോൾ അത് ആകെ KDHP മറ്റേ KDHP കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷനല്ലേ, അവരെടുത്തിട്ട് പെയിൻ്റൊക്കെ മാറ്റിയതാണ് അവർ. ശരിക്കും പറഞ്ഞാൽ ഡോറിൽ പണ്ട് 3, 6 എന്ന് വെച്ചാൽ 6 3 പ്രാവശ്യം ഉണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ സാത്താൻ്റെ നമ്പറാണെന്നാണ് പറയണത്. അങ്ങനെയാണ് മൂന്നാറിന് പേര് വന്നതെന്ന് പറയാനുണ്ട്. അവിടുത്തെ നാട്ടുകാരാണ്ടോ പറഞ്ഞത്. ഇങ്ങനെ കുറച്ച് ആൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് നടന്നിട്ടുണ്ട് അവിടുത്തെ ലോക്കൽസിനോട്. അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. പിള്ളേരൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഒരു എന്തോ പാലുണ്ടായിരുന്നു, ആ പാലത്തിലേക്ക് കയറുന്നപ്പോൾ കുറേ പേര് അതിലോട്ട് വീണെന്നും പറഞ്ഞിട്ട് കഥയൊക്കെ ഉണ്ട്.
ഇതൊക്കെ ജസ്റ്റ് ഞാൻ കേൾക്കുന്നുണ്ട്, കഥയാണ്, റിയൽ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഡിമോണിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ കറണ്ട്ലി ഞാൻ എൻ്റെ ഗൂഗിളിലൊക്കെ ഞാൻ സെർച്ച് നോക്കിയപ്പോൾ അതിൽ നമ്മുടെ തേയിലം അങ്ങനത്തെ ചായപ്പൊടി അതൊക്കെ ഉണ്ടാക്കണ എന്തോ ആൾക്കാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ അല്ലാണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഇതാണ് ഷോ അവിടെ ഡോറുമ്മ 3-6 എഴുതിയിട്ടുണ്ടായി. പിന്നെ ഒരു കോൺസ്പിറസി തിയറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഇവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഉണ്ട്. നമുക്ക് കൂടുതൽ യൂട്യൂബ്സിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് അങ്ങനെയാണ്, 3 ഇവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. നമ്മുടെ വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെന്നിട്ട് എന്തൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവാം. അതേപോലെ തന്നെ പിന്നെ ഞാൻ ഇന്നലെ വന്ന് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ ഞാൻ യൂട്യൂബിലുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ യൂട്യൂബ് എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഇന്ന് എന്തെങ്കിലും എക്സ്പീരിയൻസ് നമുക്ക് എക്സ്ട്രാ ഉണ്ടാവുമോ? കാരണം ഇന്നലത്തേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാൻ ഇന്ന് വരാം. നമുക്ക് ഇതിലുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ പോകുന്നതൊന്നുമില്ല, ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് നോക്കാം. സോ പിന്നെ എൻ്റെ വീഡിയോ ഒരിക്കലും ഞാൻ ഡ്രാമാറ്റിക്കായിട്ടൊരു കാര്യം ചെയ്യൂല. എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ട് എന്താണ് എനിക്കുണ്ടാവണേ. ഞങ്ങൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണ മുമ്പ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്. അവന് സംസാരിച്ച ടൈമിൽ എൻ്റെ ഒപ്പം എടുക്കുന്ന ക്യാമറാമാനിന് എന്തോ ഒരു ബുദ്ധിമുട്ട്, ബാക്കിൽ ആരോ വന്ന് നിൽക്കണതോ ബാക്കിലെന്തോ ഒച്ചേക്കെന്ന് പറഞ്ഞ് കുറേ പറഞ്ഞുകൊണ്ടിരിക്കണ്ടായി. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഈ ഫോണിൽ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അവൻ സംസാരിച്ചത് അവരുടെ സൗണ്ട് മാറി. സൗണ്ട് അല്ലെങ്കിൽ കോള് ഞാൻ കാണിച്ചതാ. അപ്പു എന്താ പറഞ്ഞത് നീ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ സൗണ്ട് ഇപ്പം മറ്റേ ഒരു തൊണ്ടയ്ക്ക് പിടിച്ച സൗണ്ടില്ലേ അതുപോലെ പെട്ടെന്ന്. എടാ ഞങ്ങളിപ്പേ ഹേദർ ലോജിൻ്റെ അടുത്തേക്കാണ്. നിന്റെ സൗണ്ട് പെട്ടെന്ന്, സത്യം പറഞ്ഞ സൗണ്ട് പെട്ടെന്ന് മാറി. എടാ ഇപ്പൊ ശരിയാടാ. എടാ അമ്മ സത്യം തമാശല്ല. നിന്നിലല്ല പ്രശ്നം, ഞങ്ങൾ നിക്കണ സ്ഥലം അതാണ്. ഞങ്ങള് ജസ്റ്റ് വച്ചു നീ കൂളായി അല്ല ജസ്റ്റ് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ തൊട്ടുള്ള പറയുന്നുണ്ട് ബാക്കിൽ എന്തോ ഒച്ചേക്കെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് പറഞ്ഞതിന് ശേഷം നിന്റെ സൗണ്ട് ഞാൻ ഈ ക്യാമറ ഓണാക്കി ഇതാക്കിയപ്പോൾ തന്നെ സൗണ്ട് മറ്റേ റോബോട്ടിൻ്റെ സൗണ്ടില്ലേ അങ്ങനെ സൗണ്ടായി മാറി. ആ പക്ഷേ നിന്റെ സൗണ്ട് ഫോണിൽ മാറിയടാ. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കേൾപ്പിച്ചാൽ പറ്റിക്കാൻ എനിക്ക്. ഞാൻ ബ്രോ വിളിക്കാടാ. അതില്ല എൻ്റെ സൗണ്ട് ഇപ്പം. പക്ഷേ നിന്റെ ഞാനിത് പറഞ്ഞ് ഇതായിക്കഴിഞ്ഞപ്പോഴും സൗണ്ട് മൊത്തം മാറി. ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ടില്ല, സെയിം സ്ഥലത്ത് നിൽക്കേണ്ട റേഞ്ച് പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് ഞാൻ നാട്ടുകാരും എല്ലാവരും എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡ്രാമാറ്റിക്കായിട്ട് പറയാം, പ്രേതം എന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നുമില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ, എനിക്ക് പിന്നെ ഇതിനെപ്പറ്റി അറിയില്ല. പിന്നെ റേഞ്ച് മാറാണ്ട് ഞാൻ അങ്ങോട്ട് മാറിയിട്ടില്ല, കുറച്ചിട്ട് നിന്ന് സംസാരിച്ച് അതിന് മാറിയപ്പോൾ അതേപോലെ തന്നെ ചേഞ്ചായി. സോ ഓക്കെ, നമുക്ക് ബാക്കിയുള്ള നോക്കാം. അവിടെ കുറേ മിന്നാമേനുണ്ട്, കാണിച്ചു തരാം. മിന്നാമേ കുറേ മിന്നാമേനുണ്ട് അവിടെ. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു അരുവിയുടെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു അരുവി എന്ന് പറഞ്ഞത്, ആ വോയിസ് കേട്ടത്. ആ അരുവി ഇതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് അരുവി. ഈ അരുവി സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. ആ ഒരു സൈഡിൽ നിന്ന് വന്നത് അരുവി. നമുക്ക് ഏറ്റ കഥ വെച്ച് നോക്കുമ്പോൾ സെയിമാണ്. ആ അരുവിൽ നിന്നാണ് കഴുത്ത് മുറിച്ചിട്ട് പട്ടിക്കുഞ്ഞിനെ വെച്ചാൽ അല്ലെങ്കിൽ അങ്ങനത്തെ വെച്ചേക്കുന്നുണ്ട്. വെച്ചേക്കുന്നുണ്ട് കൊച്ചുങ്ങളായിരിക്കാം. നിങ്ങൾക്ക് കേൾക്കണ്ട അവിടെ. പക്ഷെ ചെറിയൊരു മ്യാവുന്നാണ് പൂച്ചക്കുഞ്ഞിൻ്റെ സൗണ്ട്. ആ എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, കുഞ്ഞ് സാധ്യത വെച്ചേക്കുന്നുണ്ട്. അറിയില്ല കേട്ടോ, ഒച്ച കേൾക്കണം. കുറച്ച് മണി അവിടെ നടക്കുമ്പോൾ നോക്കാം. ഇതൊക്കെ കുഴിയാണ്, താഴത്ത് പോയി കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ. ഇത് നമ്മുടെ ഹേദർ ലോജിൻ്റെ സൈഡിലുള്ള പറഞ്ഞ അരുവിയില്ലേ, അങ്ങോട്ടേക്ക് പോണ വഴിയാണ്. പോയി ഇങ്ങനെ അടിച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് നമുക്ക് ഉറപ്പാണ്. ഓക്കെ. ഓ എടാ ഞാൻ പറയാം, മറ്റേ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞില്ലേ ലൈക്ക് ആ വോയിസ് ഇങ്ങനെ കേട്ടില്ലേ, പിള്ളേരെയൊക്കെ ലൈക്ക് കുറേ പേരുടെ ഒന്ന് മേളിൽ നിന്നിട്ട് വെള്ളത്തിൽ വീണെന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞത്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതിനെപ്പറ്റി നേരിട്ട് എനിക്കറിയില്ല.
നോക്കട്ടെ, എനിക്ക് അതിൻ്റെ സീക്വൻസ് ഇട്ടാണെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാം ഞാൻ. സോ ആ ഒരു പാലമാണിത്, ആ ബ്രിഡ്ജ് കണ്ട. അപ്പോൾ ഇവിടെ കണ്ടാൽ പറഞ്ഞ ഗോൾഫ് ക്ലബ്ബോ അങ്ങനത്തെ റൂം ലൈക്ക് ഒരു റിസോർട്ടാണ് പറഞ്ഞത്. കയറാനുള്ളതൊക്കെ ഉണ്ടാ. സൗണ്ട് കേൾക്കണ എന്തൊക്കെ അറിയണ പോലെ. അതാണ് ഹേതർ ലോഡ്ജ് ഹേതർ. ഇവിടെ എവിടെയെങ്കിലും സൗണ്ട് കേൾക്കണോ? ഇവിടെയാണോ? അറിയാൻ പാടില്ല, പക്ഷെ എന്തൊക്കെ അറിയണ പോലെ അവിടെ നിന്ന് സൗണ്ട് കേൾക്കണം. നമ്മളാരും പറയുന്നത് ലൈക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യം അവൾക്ക് കേൾക്കണോണ്ട് അതില്ലെന്ന് പറയാൻ പറ്റില്ല, അതുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നീ ഇപ്പം കൂളാവ് ചില്ലാവ്. നമ്മൾ വന്നേക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ പലതും കാണാണ്ടിരിക്കുക. മേ ബി റിയൽ ആയിരിക്കില്ല ചിലപ്പോൾ കാണുന്നത്, ചിലപ്പോൾ റിയൽ ആയിരിക്കാം. എനിക്ക് തന്നെ കാണാൻ പറ്റില്ല, ഫ്ലാഷ് അടിച്ചാലും എനിക്കിനെ കാണാനും പറ്റില്ല. സോ ഇവിടെ ഇപ്പണ്ടല്ലേ, ഓക്കെ ഞാൻ ഇവിടെ നിന്ന് നോക്കി സംസാരിക്കുന്നത്, നീ എടുക്കണല്ലേ. സോ ഡസ് ഇറ്റ് മാറ്റർ, കാണാണ്ടിരിക്കുക. നമ്മൾ വന്ന കാര്യത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടോ ഇല്ലെന്ന് അറിയണതാണ്. അപ്പോൾ കേൾക്കണമെങ്കിൽ നീ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ വാ. ഇതാണ് മറ്റേ എൻ്റെ അടുത്ത് ഫ്രണ്ട് പറഞ്ഞ ആ ഒരു പാമ്പമ്പാലോ ലൈക്ക് ഓവർ ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കി പണിതേക്കുന്നത്. ഓക്കെ പണിതേക്കുന്നത് ഇവിടെ നിന്നാണ് ആ ഇന്ദിരാഗാന്ധിനെ കാണാൻ വേണ്ടി കുറേ പിള്ളേർ ഇതിൻ്റെ മേളിൽ കിടന്നപ്പോൾ പണ്ടോട്ട് ഈ പിള്ളേരുകളെയാണ് കൂടുതലും ഈ കഴുത്തറത്ത് കൊന്നു എന്ന് പറയപ്പെടുന്ന കാര്യം. സോ അങ്ങനെ പിള്ളേർ ഇവിടെ അങ്ങനത്തെ ലൈക്ക് ഒരു ഡിമോണിക്കായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി പിള്ളേരൊക്കെ ആയിരിക്കും പിന്നെയും ഇത് ലൈക്ക് ഹണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഹോണ്ടിങ്ങിൽ ചിലപ്പോൾ ഈ ഒരു പാലം പൊളിഞ്ഞ് വീണാണ് മരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കണുള്ളൂ. ഏതോ ഒരു പെണ്ണ് കരയണ പോലെ സൗണ്ട്. എനിക്ക് കേൾക്കണില്ല, ഷൂക്ക് കേൾക്കണുണ്ട്. നീ കേൾക്കുമ്പോൾ ഒന്നുകൂടി എന്നെ അറിയിച്ചാൽ മതി. ഓക്കെ എന്താണ് മറ്റേ കരഞ്ഞിട്ടേ ശ്വാസം കിട്ടാണ്ട് മേങ്ങത്തില്ലേ, അതുപോലെ ഒരു സൗണ്ട് ഒരു പെൺകുട്ടിയുടെ. മേ ബി നിന്നോട് ഇടയ്ക്കിടയ്ക്കാ കാണിച്ച് നമുക്ക് ഇതിൻ്റെ വീട് എടുത്തുകൊണ്ട് അങ്ങനെ ചെന്ന് നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ. ഓക്കെ ഇങ്ങനെ കേൾക്കണുണ്ട്. ലൈക്ക് ഇവിടെ ക്യാമറ ക്ലിയർ ആണ്, ഞാൻ നോക്കണം. അതൊക്കെ എന്തോ ഇങ്ങനെ എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. എനിക്ക് പക്ഷെ ഒന്നും തോന്നുന്നില്ല, കേൾക്കണില്ല. ഇതൊന്ന് 20 അങ്ങോട്ട് പോവാം. ഓക്കെ ഇതാണ് ആ പാലം. കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ കുറച്ച് പാടാണ്. ആ പാമ്പമ്പാലം എൻ്റെ അടുത്ത് ആ ഫ്രണ്ട് പറഞ്ഞതും നിങ്ങൾ മെസ്സേജ് കേട്ടതും ഇത് പൊളിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇത് സൗണ്ട് ഞാൻ കേട്ടത് ആദ്യം സംസാരിച്ചാൽ എനിക്ക് അവരുടെ സൗണ്ട് കേട്ടാണ് അവിടെ പോയി. ഓക്കെ സോ ഇതാണ് പാമ്പലം. ഓക്കെ ഇറങ്ങാം. എവിടെയാണ് ഇവിടെ നിനക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞേ? ആരോ കരയുന്ന പോലെ, നേരത്തെ നമ്മൾ പൂച്ചരണ വെച്ചിട്ട് അത് വേറെ വെച്ച് കരയുന്ന പോലെ കരഞ്ഞിട്ട് നമ്മൾ ശ്വാസം കിട്ടാണ്ട് ആവൂലേ, എന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ കരയാൻ ശ്രമിക്കില്ലേ, അങ്ങനെ സൗണ്ട്. അത് വിട്ടാണ് കേൾക്കണത്, കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കണില്ല, പക്ഷെ വിട്ട് കേൾക്കണത്. കണ്ണടച്ച് നിൽക്കുമ്പോഴും ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നു. ജസ്റ്റ് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല കേൾക്കണം നോക്കിയൊന്ന്. ഓക്കെ കേൾക്കണില്ല. ഇവിടെ നിന്നാണ് സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ പോയി നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. കാരണം ഒരു വിസിബിലിറ്റി ഇല്ല ഇവിടെ എന്താണോ ഉള്ളത് എന്തെന്നാണുള്ളതെന്ന് അറിഞ്ഞൂടാ. അടുത്തുള്ള നന്ദു എന്ന ഫ്രണ്ട് ഉണ്ട്. എനിക്ക് മൂന്നാർ വന്നപ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ചോദിച്ചതും എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞ ഒരാളെന്ന് വെച്ചാൽ നന്ദുവാണ്. സോ ആളെത്തിയിട്ടുണ്ട്, ഞാൻ ആളെ കാണിച്ചാൽ അവിടെ. ഓ ഇതാണ് നന്ദു. നന്ദു അതെ നന്ദു ഫ്രണ്ട് അനൂപ്. അപ്പോൾ നമ്മളെ രണ്ടുപേരെയും ഇവർ രണ്ടുപേരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്നത് ഗോസ്റ്റ് ഹണ്ടിങ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ചധികം സ്ഥലങ്ങളുണ്ട് മൂന്നാർ എന്ന് പറഞ്ഞത് ഇവന്മാരാണ്. അപ്പോൾ നോക്കാപ്പാ
സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാനുള്ളത് നിങ്ങൾ രണ്ടിനും പോയിക്കുമ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് കിട്ടും നിങ്ങൾക്ക്. ആ എക്സ്പീരിയൻസ് നിങ്ങൾ അതിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ക്യാമറ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ചെന്നിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പോയാൽ മതി. ശരിക്കും പ്രയത്നം പിടിക്കാനേക്കാൾ ഉപരി റേഡിയേഷൻ ആണ്. പിന്നെ അൺയൂഷ്വലായിട്ട് ഇത് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. സോ നേരെ ചെല്ല, ഒന്ന് അവിടെ ചെന്ന് നിന്ന് കറങ്ങുക, ബാക്കിലേക്ക് ഒന്ന് നിന്ന് നോക്കുക, എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്ന നോക്കിയിട്ടൊക്കെ ഒന്ന് വാ. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഞാൻ അവിടെ ചെന്ന് നോക്കട്ടെ. കാരണം ഞങ്ങൾ നേരത്തെ വന്നൊരു വീഡിയോ എടുത്താണ്. രണ്ടുപേരും എന്തേ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വിട്ടെങ്കിൽ രണ്ടുപേരും ഫസ്റ്റാണ് ഗോസ്റ്റ് ഹണ്ടിങ് അല്ലെങ്കിൽ ഇത് രീതിയിൽ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യത്തിൽ പോയേക്കുന്നത്. എനിക്കറിയില്ല, നോക്കട്ടെ. ഇതെൻ്റെ വേറൊരു പ്ലാൻ ആലോചിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ടിൽ ഇപ്പോൾ അവർ പോകണ്ടല്ലോ, അവർ പോയി വന്നു കഴിയുമ്പോൾ ഇവിടെയും പോകണം. ഇവിടെയും പോയി ഇരുത്തേണ്ടിട്ട് സിംഗിളായിട്ട് വെച്ചിട്ട് ഇതിൽ ഒരാളെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ ആൾ ഒറ്റയ്ക്ക് പോയി അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നൊക്കെ നോക്കണം. വിത്ത് എൻ്റെ മറ്റേ ഫോണിലത്തെ ആപ്പ് അതിൽ സംസാരിക്കാൻ നോക്കണം. അതിൽ ഇവിടെ അതിലുണ്ടോ അതിനൊന്നും ചെയ്യാം, ഗോസ്റ്റ് അതിലൊക്കെ ഉണ്ടോ നോക്കാനായിട്ട്. സോ ഞാൻ ആലോചിക്കുന്നത് അവർ ഫോൺ വയ്ക്കുകയെന്ന് വെച്ചിട്ടാ അതിൻ്റെ മൂലക്കോട്ടൊക്കെ പോകുന്നുണ്ട്. പോയിട്ട് വരട്ടെ. എന്താ